ഹായ് ഡിസൈനേഴ്സ്. ഡിസൈനിങ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാരായിട്ടുള്ള ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോർട്ട്ഫോളിയോ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് അവർ ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന സമയത്ത് നല്ലൊരു പോർട്ട്ഫോളിയോ എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, എനിക്ക് ഒരാളെ ഇന്റേൺ ആയിട്ട് എടുക്കണമെങ്കിൽ പോലും എൻ്റെ കമ്പനിയിലെ വർക്ക് കുറച്ചെങ്കിലും അവർക്ക് ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ മിനിമം കുറച്ചെങ്കിലും വർക്ക് അറിയുന്ന സോഫ്റ്റ്വെയർ നോളജ് ഉള്ള ആളുകളെ ആയിരിക്കും എടുക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡിസൈനർക്ക് എന്തായാലും നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവില്ല, നമുക്കറിയാം. അപ്പോൾ 3 തരത്തിലാണ് നമുക്ക് പോർട്ട്ഫോളിയോയിലൊക്കെ ഉള്ള വർക്കുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിലൊന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുത്ത് നല്ല വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് കയറുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള നല്ല കമ്പനീസുകൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് വിളിച്ചു ചോദിക്കുക ഇന്റേൺസിന് എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു 3 മാസമെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുക. അപ്പോൾ ആ കമ്പനിയുടെ ഒരു വർക്ക് കൾച്ചർ പഠിക്കാനും ടീമായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ക്ലയൻസിന്റെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് 3 മാസം കൊണ്ട് കുറച്ച് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് പോർട്ട്ഫോളിയോയിൽ ഉപയോഗിക്കാനും വേണ്ടി പറ്റും. മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ചില വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ AI ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലയന്റ് ബ്രീഫുകൾ തരും. അതായത് ഡിസൈനർ എന്ന നിലയ്ക്ക് നമ്മളൊരു ക്ലയന്റിനെ കണ്ടു അവരെ റിക്വയർമെന്റ്സ് എടുക്കുന്ന പോലെ തന്നെ ഒരു ക്ലയന്റ് ബ്രീഫ് നമ്മൾ ഈ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ക്ലയന്റ് ബ്രീഫ് അനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ആ വർക്ക് പോർട്ട്ഫോളിയോയിൽ ഉപയോഗിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് അതിന് ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്രീഫ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് goodbrief.io എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസോട് കൂടിയിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ ബ്രീഫാണ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്രീഫാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി പാക്കേജിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രീഫാണ് വേണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇനി ബിൽ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റ് അങ്ങനെയുള്ള ബ്രീഫ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഏത് ടൈപ്പ് ഇൻഡസ്ട്രിയിലേക്കാണ്, ഇപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ ഫുഡ് എന്ന് കൊടുക്കുക. റീറ്റെയിൽ സ്റ്റോർ ആണ് അങ്ങനെ കുറച്ച് കാറ്റഗറീസ് കാണാം ഇവിടെ ഇൻഡസ്ട്രീസിന്റെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ബ്രാൻഡ് ഐഡന്റിറ്റി കൊടുക്കുകയാണ്. ദെൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാനിവിടെ ഇപ്പൊ ഫാഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ശേഷം ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണും ഇവിടെ കമ്പനി ഡിസ്ക്രിപ്ഷൻ, എന്താണ് ആ കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് തന്നിട്ടുണ്ട്. ഫാഷൻ കമ്പനിയാണ്, ഹാൻഡ് മെയ്ഡ് ഡ്രസ്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാരീഡ് കപ്പിൾസ് ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൺവേ ചെയ്യേണ്ട സെൻസ് ഓഫ് എലഗൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, റിയലിസ്റ്റിക് ആയിരിക്കണം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇതിന്റെ ടോട്ടൽ ബ്രാൻഡിങ് നമ്മൾ ചെയ്യണം. അതായത് ടോട്ടൽ ബ്രാൻഡിങ്, ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ലോഗോ മറ്റുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് ഇമേജ് ആയിട്ട് PDF ആയിട്ട് ഈ ക്ലയന്റ് ബ്രീഫ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് ഈ ബ്രീഫ് ഇഷ്ടപ്പെട്ടില്ല, വേറൊരു ബ്രീഫ് വേണമെങ്കിൽ വീണ്ടും ജനറേറ്റ് കൊടുക്കുക. അപ്പൊ മറ്റൊരു ബ്രീഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് വർക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും തെരഞ്ഞെടുത്തിട്ട് നമുക്ക് ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഗുഡ് ബ്രീഫ് എന്ന് പറയുന്നത്. മറ്റൊരു വെബ്സൈറ്റ് നിങ്ങൾ പലരും കേട്ട് പരിചയം ഉണ്ടാവുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫേക്ക് ക്ലയൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് കാണാം ലോഗോ, വെബ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, UI അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമുക്ക് ഏതിലേക്കാണ് ബ്രീഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് കുറച്ചുകൂടി പ്രൊവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് കൊടുത്ത് ജനറേറ്റ് ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്രീഫ് ക്രിയേറ്റ് ചെയ്തത് കാണാം. അതല്ലെങ്കിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം വേറൊരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗ്രാഫിക് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെ റീഡ് ഫുൾ ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ബ്രീഫും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇവരൊരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇപ്പോൾ ഉള്ള ബിസിനസ് കാർഡും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ സൈസ്, എന്താണ് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബ്രീഫ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2-3 വെബ്സൈറ്റും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു വെബ്സൈറ്റ് ആണ് briefs.biz എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് വളരെ ചുരുങ്ങിയ വേർഡ്സിലുള്ള ബ്രീഫ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് ആണ് 99design.com എന്ന് പറയുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് വർക്ക്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻസ്പിറേഷൻസ് എടുക്കാനും നമുക്ക് ക്ലയൻസിന് അവരുടെ
ഡിസൈനേഴ്സിനെ ഫൈൻഡ് ചെയ്തിട്ട് വർക്ക് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രീഫുകൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്ത എമൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. മറ്റൊരു വെബ്സൈറ്റ് ആണ് brands.co എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഇതും ഡിസൈനേഴ്സിന്റെ ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ന്യൂ ഐഡിയ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും ഇതുപോലുള്ള വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് ആ ബ്രീഫ് അനുസരിച്ച് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്ത് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു എനർജി നിങ്ങളുടെ കമന്റിൽ നിന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.